നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ള ഒരു വിപുലമായ ഡയമെൻഷനിൽ ഇതിനെ കണ്ടാൽ ഈ മുന്നണികൾക്ക് ഏത് തരത്തിലുള്ള സന്ദേശം നൽകുന്നു, സന്ദേശത്തിനപ്പുറം തിരിച്ചടി എങ്ങനെയെന്നുള്ളതാണ്. ഒപ്പം മാധ്യമങ്ങൾക്ക്, നേരത്തെ നീലിമ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് കേരളത്തെ വിലയിരുത്തുന്നതിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയത്തിൻ്റെ ഒരു സൂചന. നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ച 2020 ജനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ മൈക്കുമായി ഇറങ്ങുമ്പോൾ അവർ ഈ സർക്കാരിനോട് കാണിക്കുന്ന ആഭിമുഖ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല മാധ്യമങ്ങൾക്കൊന്നും അത്ഭുതമായിരുന്നു. ലൈവ് കട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു. ഇപ്പോഴും അതുതന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം മാധ്യമങ്ങളുടെ വിലയിരുത്തൽ പരാജയം. ഇപ്പോൾ 8 മണി സൂര്യന്മാർ എത്ര കൂലിക്കാളെ വെച്ച് എത്ര ചർച്ച ചെയ്താലും വസ്തുതകളെ യഥാർത്ഥത്തിൽ ജനങ്ങൾ കുറേ കൂടി വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര അള്ളു വെച്ചാലും ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് വിലയിരുത്താൻ തയ്യാറാകും. അതായത് ഈ ജനവിധിക്ക് ചില ശബ്ദങ്ങൾ അത് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കെതിരെയാണ്. കേരളത്തിൻ്റെ ഒരു സൈക്ക് എന്ന് പറയുന്നത് മുറിവേറ്റിരിക്കുകയാണ്. അടിമ രാജ്യത്തെ പോലെ കേരളത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണ സംവിധാനത്തിന് കീഴിൽ നമ്മൾ ചില ചുവന്ന സ്വപ്നങ്ങൾ കണ്ടതിന് നമ്മൾ ഒരു ബദൽ രാഷ്ട്രീയത്തിന് വോട്ട് കുത്തിയതിന് നമ്മളെ ശിക്ഷിക്കുന്നു എന്നൊരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അതിനെതിരായിട്ട് കൂടിയിട്ടുള്ള ഒരു ശബ്ദം ഇതിലുണ്ട്. അതിൽ മാധ്യമങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെ നിന്നാൽ പോരാ എന്ന് മാധ്യമങ്ങൾക്ക് കൂടി എതിരായ വിധിയെഴുത്ത് എന്ന് തന്നെ പറഞ്ഞു.